റിപ്പോർട്ടർ നാഷണൽ ബ്രേക്കിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കർണാടകയിൽ കെ ശിവകുമാർ 2027 അതായത് അടുത്ത വർഷം 2027 അടുത്ത വർഷം മുഖ്യമന്ത്രിയാകും. DKയുമായുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമറിയിക്കാൻ സിദ്ധരാമയ്യ. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇറ്റ്സ് എ നാഷണൽ ബ്രേക്കിംഗ്. DK 2027 മുഖ്യമന്ത്രിയാകും. ഇപ്പോൾ 2025 ഡിസംബർ. അടുത്ത ഒരു വർഷം കൂടി സിദ്ധരാമയ്യ തുടരും. ബാക്കിയുള്ള 2 വർഷക്കാലം സിദ്ധരാമയ്യ DK ശിവകുമാറിന് ഒഴിഞ്ഞു കൊടുക്കുമെന്നാണ് പറയുന്നത്. അരുൺ, കർണാടകയിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്ത അങ്ങനെയാണ്. ഇന്നിപ്പോൾ 9:30-ക്കാണ് DK ശിവകുമാർ സിദ്ധരാമയ്യയുടെ വസതിയിലേക്ക് കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ സമവായം ഉണ്ടാക്കാനുള്ള നീക്കം സിദ്ധരാമയ്യ ആരംഭിച്ചു എന്ന് അറിയാൻ കഴിയുന്നു. സിദ്ധരാമയ്യ പ്രധാനമായും ഇപ്പോൾ DK ശിവകുമാറിന് മുന്നിൽ വെക്കാൻ പോകുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ കഴിയില്ല, പക്ഷേ 2027 മുഖ്യമന്ത്രി സ്ഥാനം DK ശിവകുമാറിന് കൈമാറാൻ തയ്യാറാണ് എന്ന കാര്യം അറിയിക്കും. അതോടൊപ്പം തന്നെ 2028 വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാട്ടുകയും ചെയ്യും എന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ എന്താണെങ്കിലും DK ശിവകുമാറിന് സിദ്ധരാമയ്യ നൽകാൻ പോകുന്നത് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അതേസമയം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന നിലയിൽ DK പക്ഷത്തെ MLA മാർ കൂടുതൽ മന്ത്രിസ്ഥാനം നൽകാൻ തയ്യാറാണ് എന്നുകൂടി ഇന്നിപ്പോൾ സിദ്ധരാമയ്യ DK ശിവകുമാറിനെ അറിയിക്കും എന്നും അറിയാൻ കഴിയുന്നു. അതായത് നിലവിലത്തെ പ്രശ്നത്തിന് ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും സിദ്ധരാമയ്യ ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും അധികം കാലം കർണാടകയുടെ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന ആ റെക്കോർഡ് സ്വന്തമാക്കുക എന്നാണ്. ഇപ്പോൾ അദ്ദേഹം നേരത്തെ 5 വർഷം മുഖ്യമന്ത്രിയായിരുന്നു, ഇപ്പോൾ 2.5 വർഷം പൂർത്തിയാക്കുന്നു. അദ്ദേഹത്തിന് 3 വർഷം, മൊത്തം 8 വർഷം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ റെക്കോർഡ് അദ്ദേഹം സ്വന്തമായി കിട്ടും എന്നാണ് DK ശിവകുമാറിനോട് സിദ്ധരാമയ്യ വ്യക്തമാക്കാൻ പോകുന്നത്. ആ പശ്ചാത്തലത്തിൽ ആ റെക്കോർഡ് പൂർത്തിയാക്കാൻ തനിക്ക് അനുമതി വേണം, സമയം വേണം എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യ ആവശ്യപ്പെടും എന്ന് മനസ്സിലാകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ 2027 ഒരു അധികാരമാറ്റം സംസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 2027 എത്താനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് MLA-മാരുടെ പിന്തുണയുള്ള പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ വെച്ചിരിക്കുന്ന ഫോർമുല ഒരുപക്ഷെ അംഗീകരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം നേരത്തെ തന്നെ ഇത്തരത്തിൽ സിദ്ധരാമയ്യ ഹൈക്കമാൻഡോടും ആവശ്യപ്പെട്ട് തനിക്ക് 1 വർഷം കൂടി നീട്ടി നൽകണം ഈ സ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളതായിരുന്നു. അത് തന്റെ അവകാശമാണെന്നും അദ്ദേഹം ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്താണെങ്കിലും ഇപ്പോഴത്തെ സമവായ നീക്കം, പ്രത്യേകിച്ച് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ സിദ്ധരാമയ്യയും DK ശിവകുമാറുമായി സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിന് ഇന്നിപ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ സിദ്ധരാമയ്യ വയ്ക്കുന്ന ഈ ഫോർമുല പക്ഷേ ഹൈക്കമാൻഡുമായി കൂടി ആലോചിച്ച ശേഷം മാത്രമായിരിക്കും സിദ്ധരാമയ്യ ഇപ്പോൾ ഇത്തരത്തിലൊരു ഫോർമുല വയ്ക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഇന്നിപ്പോൾ കർണാടകയിൽ തന്നെ ചർച്ചകൾ നടത്താൻ നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകുകയും ചെയ്തതാണെങ്കിലും 2027 കർണാടകയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് DK ശിവകുമാർ എത്തിക്കും എന്നാണ് ഇപ്പോൾ സിദ്ധരാമയ്യ വ്യക്തമാക്കുന്നത്. അതുവരെ താൻ മുഖ്യമന്ത്രിയെ തുടരും. അതേസമയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന DKക്ക് ഉണ്ടായിരിക്കുന്ന വിഷമം മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അനുയായികളെ മന്ത്രിസഭയിൽ എടുത്തുകൊണ്ട് മന്ത്രിസഭ പുനഃസംഘടന പൂർത്തിയാക്കാൻ അവസാനത്തെ ഒരു വർഷം DK ശിവകുമാർ മുഖ്യമന്ത്രി ആ നിലയിലേക്ക് മാറും അല്ലേ? തീർച്ചയായും അവസാനത്തെ 2027 മുതൽ 2028 വരെയുള്ള ഒരു വർഷം DK ശിവകുമാർ മുഖ്യമന്ത്രിയായി തുടരും. അത് മാത്രമല്ല 2028 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടിയുടെ മുഖവും മുഖ്യമന്ത്രി സ്ഥാനത്ത് DK ശിവകുമാർ ആയിരിക്കുമെന്ന് ഉറപ്പും സിദ്ധരാമയ്യ ഇപ്പോൾ DK ശിവകുമാർ നൽകും. അത്തരത്തിൽ വരും കാലഘട്ടത്തിൽ DK ശിവകുമാറിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമാണ് സിദ്ധരാമയ്യ എന്താണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1 വർഷക്കാലം കൂടി മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും അധികം കാലം കർണാടകയുടെ മുഖ്യമന്ത്രി താനാണ് എന്ന റെക്കോർഡ് അത് സ്വന്തമാക്കുക എന്താണ് ഇപ്പോൾ സിദ്ധരാമയ്യ ലക്ഷ്യം വെക്കുന്നത്. നേരത്തെ 5 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്നു, അതിനുശേഷം ഒരു 5 വർഷക്കാലം ഭരണം നഷ്ടപ്പെട്ട് വീണ്ടും അധികാരത്തെത്തിയപ്പോൾ വീണ്ടും ഇപ്പോൾ 2 വർഷക്കാലം ഇത്തരത്തിൽ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തി. 3 വർഷം പൂർത്തിയാക്കുക, മൊത്തം 8 വർഷം മുഖ്യമന്ത്രി സ്ഥാനത്ത് പൂർത്തിയാക്കുക എന്നാണ് ഇപ്പോഴത്തെ സിദ്ധരാമയ്യയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കുമോ എന്നാണ് DK ശിവകുമാർ ആ ആവശ്യം നോബൽ മാരിക്കാരൻ. ഒന്ന്, അവസാനത്തെ ഒരു വർഷം, 2.5 വർഷം എന്നുള്ളതായിരുന്നു DK ശിവകുമാറിന്റെ ആവശ്യം. എന്നാൽ അത് അവസാനത്തെ ഒരു വർഷം മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കാൻ സിദ്ധരാമയ്യ തയ്യാറാവുന്നു. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, അടുത്ത തിരഞ്ഞെടുപ്പിൽ 2028 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടും. നമ്പർ 3, DK ശിവകുമാറിനോടൊപ്പം നിൽക്കുന്ന MLA-മാർക്ക് കൂടുതൽ മന്ത്രിസ്ഥാനവും കൊടുക്കും. ഈ 3 കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പ്രഭാത ഭക്ഷണത്തിൽ മൈസൂർ മസാല ദോശയ്ക്കൊപ്പം സിദ്ധരാമയ്യ കൊടുക്കാൻ പോകുന്നത്. അത് DK ശിവകുമാറിന് രുചിക്കുമോ ആവോ? തീർച്ചയായും പ്രധാനപ്പെട്ട 3 വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് DK അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് എന്താണെങ്കിലും നടക്കുന്നത്. കാരണം കർണാടക കോൺഗ്രസിൽ ഇപ്പോൾ തുടരുന്ന ഈ തർക്കം ഒട്ടും ഗുണം ചെയ്യില്ല എന്ന് സിദ്ധരാമയ്യക്ക് നന്നായിട്ട് അറിയാം. കാരണം മറ്റു വശത്ത് പ്രത്യേകിച്ച് BJP JDS ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെ വീഴിക്കാൻ കഴിയുമെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യക്ക് ഒരു പരിധിക്കപ്പുറം ഇതിൽ DK ശിവകുമാറിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോർമുല എന്താണെങ്കിലും DK ശിവകുമാറിന് മുന്നിൽ സിദ്ധരാമയ്യ വെക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ കൂടി അനുമതി അതിന് ഉണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. കാരണം അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ
മഞ്ഞുരുക്കലിന്റെ ഭാഗമായ ഒരു യോഗം ബംഗളൂരിൽ വിളിച്ചു ചേർക്കാൻ നിർദ്ദേശം 2 നേതാക്കൾക്ക് നൽകുകയും ആ നേതാക്കൾ ഇന്ന് യോഗം ചേരുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം നാളെ ഒരു പക്ഷേ നേതാക്കൾ ദില്ലിയിലേക്ക് എത്തുകയും ചെയ്യുന്ന സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ DK ശിവകുമാറിന് മുന്നിൽ സിദ്ധരാമയ്യ വയ്ക്കുന്ന ഈ പോളിസി ആദ്യഘട്ടത്തിൽ DK അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ പ്രശ്നം പരിഹരിക്കുക. അതല്ലെങ്കിൽ നാളെ ഹൈക്കമാൻഡ് കൂടി ഈ കാര്യം DK ശിവകുമാറിന് ഉറപ്പായി നൽകിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമായിരിക്കും നടക്കുക. എന്നാണെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന് ഈ തർക്കമുണ്ടായ ആദ്യഘട്ടം മുതൽ തന്നെ സിദ്ധരാമയ്യ പറയുന്നതാണ്. അന്ന് സിദ്ധരാമയ്യ ഇത് പറയുമ്പോൾ സിദ്ധരാമയ്യ ലക്ഷ്യം കൃത്യമായി തന്നെ DK പക്ഷത്തെ MLA-മാർക്ക് കൂടുതൽ മന്ത്രിസ്ഥാനം നൽകി DK അനുനയിപ്പിക്കുക എന്ന് തന്നെയായിരുന്നു. കാരണം DK പക്ഷത്ത് പല MLA-മാർ ശക്തമായി തന്നെ DK ശിവകുമാർ മുഖ്യമന്ത്രി ആകണമെന്ന വാദം ഉയർത്തുന്നുണ്ട്. അവർക്ക് മന്ത്രിസ്ഥാനം നൽകിക്കൊണ്ട് അവരെ അനുനയിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം പരിഹരിച്ച് ആ ക്യാമ്പിനെ തണുപ്പിക്കാമെന്ന് സിദ്ധരാമയ്യ വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ DK പറഞ്ഞതുപോലെ തന്നെ അവസാനം ഒരു വർഷം 2027-2028 സമയത്ത് മുഖ്യമന്ത്രി 2028 വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകും. മുഖ്യമന്ത്രി മുഖം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നോബൽ മാരിക്കാരൻ DK ശിവകുമാർ അത് അംഗീകരിക്കുകയാണെങ്കിൽ തൽക്കാലം ആ ഫോർമുല വിജയിക്കും. KC വേണുഗോപാൽ 2 നേതാക്കളെയും വിളിച്ചു പറഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം കേട്ടാ. ആകപ്പാടെ കാത്തിരുന്ന് കിട്ടിയ തെക്കേ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ്, അതിനകത്ത് കളയരുത്. തെക്കേ ഇന്ത്യയിലെന്ന് പറയാനില്ല, ഇന്ത്യയിലെ തന്നെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ളത്. അത് തെലങ്കാനയിലുണ്ട്, നമ്മുടെ കർണാടകയിലുണ്ട്, ഹിമാചൽ പ്രദേശിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ള സർക്കാരിൻ്റെ ഭരണം നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ് KC വേണുഗോപാൽ കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം. ആ നിർദ്ദേശം രണ്ടുപേരും പാലിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുക. കളിച്ച് ഉള്ള മന്ത്രിസ്ഥാനം മുഖ്യ ഭരണവും കൂടി തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് നഷ്ടപ്പെടുത്താൻ